നെടുമങ്ങാട് ദളിത് യുവതിക്ക് നേരെയുണ്ടായ സദാചാരാക്രമണത്തിൽ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തു. കൂട്ടം ചേർന്ന് മർദ്ദിക്കൽ, ഭീഷണിപ്പെടുത്തൽ, പൊതുസ്ഥലത്ത് വെച്ച് അസഭ്യം പറയൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അരുൺ സോളമനുടെ വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? ശ്രുതി, ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് ശേഷമാണ്. ഈ നെടുമങ്ങാട് നിന്ന് ഏണിക്കര സ്വന്തം നാട്ടിലേക്ക് പോകുന്ന വഴിമതിയാണ്. ഈ മുല്ലശ്ശേരി എന്ന് പറയുന്ന ആ ഭാഗത്ത് വെച്ചാണ് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിന്റെ പെട്രോൾ തീരുന്നതും ഇവർ തമ്മിൽ തർക്കം നടക്കുന്നതും. ഈ തർക്കത്തെ തുടർന്ന് ഈ ബൈക്ക് വച്ചിരുന്ന സമീപത്തുള്ള വീട്ടിലുള്ള ഉടമയും ആണ് ആദ്യം ഇവരുമായിട്ട് വാക്കേറ്റമുണ്ടാകുന്നത്. പിന്നാലെ ഭർത്താവ് സുധീഷ് പെട്രോൾ വാങ്ങാൻ പോകുന്ന സമയത്താണ് ഈ യുവതിക്ക് നേരെ കയ്യേറ്റമുണ്ടാവുകയും പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ, പ്രദേശവാസികൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൊതുസമൂഹത്ത് വെച്ച് തന്നെ ഇത്തരത്തിൽ കൂട്ടം ചേർന്ന് ആക്രമിച്ചു എന്നുള്ളതിനാണ്, മർദ്ദിച്ചു എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റമായി ചേർത്തിരിക്കുന്നത്. അതിന് പുറമെയായിട്ട് അസഭ്യം പറഞ്ഞു എന്നുള്ളതും അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇവരുടെ അപമാനിക്കുക, പൊതുസ്ഥലത്ത് വെച്ച് അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ ആക്രമണത്തിൽ യുവതിയുടെ ചുണ്ടിന് ഗുരുതരമായി പരിക്കേറ്റുകയും 3 സ്റ്റിച്ച് ഇടുകയും ചെയ്തു. നിലവിൽ ഈ ഭാര്യയും ഭർത്താവും നിലവിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. കാരണം ഈ ആക്രമണത്തിന് പിന്നാലെ ചോദ്യം ചെയ്ത ഭർത്താവ് സുധീഷിനെയും ഇവർ മർദ്ദിച്ചു എന്നുള്ളതാണ് വിവരം പുറത്തു വരുന്നത്. അതിന് പിന്നാലെ ഭർത്താവിന്റെ ചെവിയിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാവുകയും തുടർന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അദ്ദേഹത്തെ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പോലീസ് ഇപ്പോൾ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിപ്പോൾ 24 മണിക്കൂറിന് പിന്നാലെയാണ് കേസെടുത്തത്. ആദ്യഘട്ടത്തിലൊന്നും തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കിട്ടിയെങ്കിലും കേസെടുക്കാനായിട്ട് വിസമ്മതിച്ചു നിന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതിന് പിന്നിൽ എന്താണ് ഒരു നിഗൂഢത എന്തെങ്കിലും ഉണ്ടോ, മറ്റു ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. വ്യക്തമാണ്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.